നല്ല അവിയലാണ്. കൊള്ളാം, നന്നായിട്ടുണ്ടല്ലേ? എന്റെ പൊന്ന് വർക്കിച്ച അതിന് രണ്ടൊന്നും കിട്ടുകയല്ല കേട്ടോ. ഓ പിന്നെ ഒന്ന് പോടാവേ. ഞങ്ങള് പുഷ്പം പോലെ ഇത് രണ്ടിനും വിറ്റ് കാണിച്ചത്. ഇപ്പൊ നടന്നു തന്നെ. എടാ നീ ഇത് എന്റൊക്കെ പറഞ്ഞിരിക്കട്ടെ. അവിടെ ചെന്ന് ജയകൃഷ്ണനൊക്കെ പറഞ്ഞിട്ട് വെറുതെ നെഗറ്റീവ് എടുപ്പിക്കല്ലേ. എടാ നീ അവരൊക്കെ പൊടിക്കൊന്ന് ഇറങ്ങാൻ പറഞ്ഞു. ആ പറയാം. നീ എന്നെ ഓക്കത്തിലോടാ കോതറ ഈ പറയുന്നേ. പുതിയ മാസം തുടങ്ങിയിട്ട് ദിവസം 10-15 കഴിഞ്ഞു. ഇതുവരെ ഇതൊന്ന് മാറ്റിയിടാൻ ഇവിടെ ഒരുത്തരും സമയം കിട്ടിയില്ല. എന്തൊരു കഷ്ടമാന്ന് പറ. ആ ഒരു 5 മണിക്ക് വന്നോ. അതല്ല അപ്പുറത്ത്. ജയകൃഷ്ണോ, നിന്റെ പാർട്ട്ണർ വരുന്നുണ്ട്. ജേഷോ എടാ ഒരു പ്രശ്നമുണ്ട്. എന്ത്? ജേക്കബച്ചൻ്റെ ഭാര്യനെ കുറച്ച് മുമ്പ് വിളിച്ചിരുന്നു. നമ്മൾ രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. ജേക്കബച്ച ഞങ്ങൾ ഈ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ നീക്കി തുടങ്ങിയായിരുന്നേ. അതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാ വിളിപ്പിച്ചേ. നമ്മുടെ ആകെയുള്ള നീക്കിരിപ്പ് ആ സ്ഥലവാ. അത് വിൽക്കാൻ തന്നെ തീരുമാനിച്ചത് മോളുടെ കല്യാണം നടത്താനാ. അപ്പോൾ ബാക്കിയുള്ള ദിച്ചാന്റെ ട്രീറ്റ്മെന്റിനും മോന്റെ പഠിപ്പിനൊക്കെ ആയിട്ട് മാറ്റി വെക്കാലോ. അവക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. പയ്യൻ ദുബൈയിലാ. ദുബായിലോ? അടിപൊളി. എടാ ദുബായിലൊക്കെ ഇപ്പൊ കണ്ടമാന ശമ്പളമല്ലേ. ഇപ്പൊ അവൻ ലീവിന് വന്നിട്ടുണ്ട്. പോകുന്നതിന് മുമ്പേ കല്യാണം നടത്താൻ സമ്മതമാണെന്നാ അവര് പറഞ്ഞിട്ടുള്ളേ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, നമ്മുടെ പകുതി സ്ഥലം 1 മാസത്തിനുള്ളിൽ എഴുതിയാലേ ബാക്കി പകുതി എഴുതാൻ നിങ്ങൾക്ക് ആവശ്യത്തിന് ഞാൻ സമയം തരാം. 6 മാസം ഒന്നും നോക്കണ്ട. അല്ല ഈ പകുതി സ്ഥലം എന്നൊക്കെ പറയുമ്പോ ഏകദേശം ഒരു 10-30 ലക്ഷം രൂപയ്ക്ക് വരില്ലേ? അത് വരും. നിങ്ങൾ വിചാരിച്ച എന്നാ ഇത്ര ബുദ്ധിമുട്ട്? നിങ്ങൾ ബിസിനസ്സുകാരല്ലേ? അതെ, നമ്മള് ബിസിനസ്സുകാരൊക്കെ തന്നെ. എന്നാലും ഇച്ചാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് ഈ ഫണ്ട്സ് ഒക്കെ അല്ല നമ്മളൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചു പറഞ്ഞാൽ മതി. ഇതിപ്പോ പണിയായല്ലോ. ഓ എന്നാ പറയാനാ. അടുക്കളയിൽ ചായ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പത്തിന്റെ കണ്ണിൽ മരുന്നിടണേ. ബുദ്ധിമുട്ടായി അല്ലേ? എന്ത് ബുദ്ധിമുട്ട് അല്ലേ? നമ്മുടെ സാഹചര്യം ഇങ്ങനെയായോണ്ടാ. ഇച്ചായനെ ഈ ഇടയിട്ട് പേടി ഇത്തിരി കൂടുതലാ. കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ അസുഖം കുറച്ച് കൂടിയായിരുന്നു. അതാ മോടെ കല്യാണം നടത്താൻ ഇത്ര തിടുക്കം. ചേച്ചി അതിനൊക്കെ നമുക്കൊരു വഴി ഉണ്ടാക്കാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. നിങ്ങൾ ഇങ്ങനെ വഴി ഉണ്ടാക്കുന്ന പറഞ്ഞു. എടാ അവര് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് പറയാൻ? എന്ന് വെച്ചാൽ എല്ലാം കയറി കഴിക്കാൻ പറ്റും. എടാ ഒന്നും ആലോചിക്കുന്നത് ഞാൻ ഇതൊക്കെ പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പകുതി സ്ഥലമാണ് അവർ എഴുതാൻ വേണ്ടി പറഞ്ഞത്. അത് ഏകദേശം ഒരു 27 സെന്റ് വരും. നമ്മളേതായാലും 10 സെന്റ് വെച്ച് മേടിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്. അതിലൊരു ലേശം കൂടും, അത്രേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെങ്കിലും ഇത് എഴുതിയാല് പുള്ളി പറഞ്ഞ പോലെ നമുക്ക് ബാക്കിയുള്ളതിന് ആളെ കണ്ടെത്താൻ ആവശ്യത്തിന് സമയം കിട്ടും. അപ്പൊ നമ്മൾ ചോദിക്കുന്ന വില കിട്ടുമ്പോൾ മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഒരു കണക്കിന് ഇത് നല്ലതില്ല. 1 മാസം കൊണ്ട് ഇത്രയും പൈസ ഉണ്ടാക്കണ്ടേ? എടാ അതിനൊക്കെ വഴി ഉണ്ടാക്കാന്നേ. നീ വാ ഇച്ചാ. അപ്പോ നമ്മുടെ ഇച്ചാനല്ലേ ഇച്ചാ. അപ്പോ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നീക്കോ. നമുക്ക് അടുത്ത മാസം തന്നെ എഴുതിക്കാം. ഞങ്ങൾ ഇതിനായിട്ട് വേറെ പൈസ ഒന്നും കരുതി വെച്ചിട്ടില്ല. മനസ്സമ്മതത്തിന് 10 ലക്ഷം രൂപ കൊടുക്കാലോ. മറ്റാവശ്യങ്ങൾക്കും വേണ്ടേ? അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഉറപ്പ് കിട്ടിയ അവരോട് വാക്ക് പറയാമെന്നാ വിചാരിച്ചിരിക്കുന്നത്. എന്റെ ഇച്ചായ ഉറപ്പല്ലേ? ഉറപ്പ്. അപ്പൊ പിന്നെ ഞങ്ങള് ഫണ്ട്സിന്റെ കാര്യമൊക്കെ നീക്കട്ടെ. ശരി. എന്താ സ്വാമി? സാരി സാർ. എടുക്കെടുക്ക്. ആ ജയേഷ്ണല്ലേ? അതെ. സ്ഥലത്തിന്റെ നമ്മുടെ ഫിലിപ്പിനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അതാ ജയേഷ്ണ. ചേച്ചി അയാൾ എന്തെങ്കിലും തിരക്കിലായിരിക്കും. എന്നാ പറ്റി? അല്ല, കല്യാണത്തിന്റെ കാര്യം പറയാനായിട്ടാ. 26-ാം തീയതി മനസ്സമ്മതം, അത് നമ്മുടെ പള്ളിയിൽ വെച്ച്. പിന്നെ 28-ന് കെട്ട്, അത് അവരുടെ പള്ളിയിൽ വെച്ച്. അങ്ങനെ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. ജയേഷ്ണ നമുക്ക് എന്നത്തേക്ക് എഴുതാൻ പറ്റും? ഞാൻ ഒരാഴ്ച ഇച്ചാനായിട്ട് ആശുപത്രിയിലായിരുന്നു. അപ്പൊ ഇന്നലെ വൈകിട്ട് ഇച്ചാനേയും കൊണ്ട് ഇങ്ങോട്ട് വന്നത്. അതുകൊണ്ടാ എനിക്കിടയ്ക്ക് അങ്ങോട്ട് വിളിക്കാൻ പറ്റാതെ പോയത്. അച്ഛനിപ്പോ എങ്ങനെയുണ്ട് ചേച്ചി?
ഇച്ചായന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ചേച്ചി വർക്കിയുടെ വീട് പുള്ളി കൊടുക്കുക. ഈ വരുന്ന 15-ാം തീയതിയാണ് രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞ് നമുക്ക് എഴുതാമായിരിക്കും. ഞാനേ പുള്ളിയോട് കൂടി ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞാൽ പറയാം. ഈ തീയതി നിശ്ചയിച്ച കാര്യം ആ ഫിലിപ്പിനോട് കൂടെ ഒന്ന് പറഞ്ഞേക്കോ ജയകൃഷ്ണ. ആ പറയാം. ശരി. ചന്ദ്രേട്ടാ, എന്താ കുഞ്ഞെ? വർക്ക് ചെയ്തില്ലേ? ഇല്ല, ഇന്ന് വരില്ലെന്നാ തോന്നുന്നത്. വീട്ടിൽ പോയി നോക്ക്, ചിലപ്പോ അവിടെ കാണും. ശരി. ആ വർക്ക് ചെയ്യണ്ടാ? ആ ഏറ്റില്ല, അകത്തുണ്ട്. ഇന്നലെ രാത്രിയില്ലേ വണ്ടിയെല്ലാം കിടന്നുറങ്ങിയേ. ഇന്ന് രാവിലെയാ വീട്ടിലോട്ട് കയറിയത്. എന്നാ ഞാനൊന്ന് ആ വർക്കിച്ച ഇടോ എനിക്ക് ഇയാളെ കൊണ്ട് പുട്ട് കഴിക്കുന്നോ? ഈ പുള്ളി ഇപ്പോഴും പുട്ട് തന്നെയാണ് കഴിക്കുന്നത്. ആ ഇച്ചായനെ പുട്ടിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. 3 നേരം പുട്ടാണെങ്കിൽ അത്രയും സന്തോഷം. അത് കൊള്ളാം. എന്നായി രണ്ടാളും കൂടി സ്ഥലം മേടിക്കുന്ന കാര്യമൊക്കെ? ആ അതിന്റെ കാര്യം സംസാരിക്കാൻ ഇപ്പൊ ഒന്ന്. ഹാ ജയകൃഷ്ണൻ കൂടെ ഉള്ളതാ എനിക്കൊരു ധൈര്യം. മിനിമം സ്ഥലമെങ്കിലും വാങ്ങിക്കാതെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ പോന്നു? ഞാനല്ലേ ഇപ്പൊ ഒന്ന് വിളിച്ചേ. ആണോ? എപ്പോ? ആവട്ടെ. അതെ, ജേക്കബ് ചായന്റെ ഭാര്യ വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. ഇന്നലെ എൻ്റെ കൂടെ ഒരു ഫോൺ ഓഫ് ആയി പോയി. ആ അതെ, അവരുടെ മോളുടെ കല്യാണം ഉറപ്പിച്ചു. 26-ാം തീയതി ഒത്തു കല്യാണം, 28-ന് കെട്ട്. ആ ഞാൻ നിന്നെ വിളിക്കാതിരിക്കുമായിരുന്നു. നമുക്ക് ഫണ്ട്സ് റെഡി ആക്കണ്ടേ? 15-ാം തീയതി അല്ലേ നിങ്ങളുടെ എഴുത്ത്? അപ്പൊ അതിന് പൈസ കിട്ടില്ലേ? എടാ അതെ, വേറെ വിഷയമുണ്ട്, അത് നടക്കില്ല. അത് പേടിക്കണ്ട, ഫെബ്രുവരി മാസം എൻ്റെ ചിട്ടി കിട്ടാണ്ട്. ആ പൈസ ഞാൻ നിങ്ങൾക്ക് തന്നാ പോരെ? എടാ അത് നടക്കില്ല തൽക്കാലം, വേറെ വിഷയമുണ്ട്. നീ ഒന്ന് പുറത്തോട്ട് നിൽക്കേ, ഞാൻ വരാം. കാര്യം പറ. എടാ നീ പുറത്ത് വെയിറ്റ് ചെയ്യേ, ഞാൻ വരാം. എടാ ഞാൻ പറഞ്ഞു കേൾക്ക്, നീ പുറത്ത് വെയിറ്റ് ചെയ്യേ. ലോണോ? എന്ത് ലോൺ? എടാ ജയകൃഷ്ണ, ഞാൻ വീടും പറമ്പും പണയം വെച്ച് ലോൺ എടുത്തത് ജപ്തിയായി. ജപ്തിയോ? എടാ നിനക്കറിയാലോ, ബാങ്കൊന്നും ജപ്തി ചെയ്താൽ നമുക്കൊന്നും കിട്ടൂല. അതല്ലേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഈ ഡീൽ ഉറപ്പിച്ചത്. ഞാൻ പറയാം, മനസ്സിലാക്കി തരാം. 35-നാണ് ഞാൻ ഈ വീട് വിറ്റത്. 5 എനിക്ക് അഡ്വാൻസ് കിട്ടി. അതിൽ നിന്നാണ് ഞാൻ കുറെ കടങ്ങളൊക്കെ വീട്ടിയത്. പിന്നെ മിച്ചമുള്ളതാണ് അന്ന് നമ്മള് ടോക്കൺ കൊടുത്തത്. ഇനി മുതലും പലിശ എല്ലാം കൂടെ ചേർത്ത് 29 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ അടയ്ക്കണം, എന്നാലേ എനിക്ക് ആധാരം കിട്ടുള്ളൂ. എടാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് കുറച്ച് സ്ഥലമെങ്കിലും വാങ്ങിച്ചില്ലെങ്കിൽ ആനി എന്നെ വിട്ടുപോകും. എടാ 6 മാസം കൊണ്ട് ബാക്കിയുള്ള 34 സെന്റ് വിറ്റ് 10 സെന്റ് മേടിക്കാനായിരുന്നു എന്റെ പ്ലാൻ. അതിനിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചോ? ജപ്തി ഒഴിവാക്കാനാണ് വീട് വിൽക്കുന്നത് എനിക്ക് ആരോടെങ്കിലും പറയാൻ പറ്റുമോ? ആനിയോട് പോലും ഞാൻ വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്നെ ധൈര്യത്തിൽ അവരോട് കയറിയല്ല അയച്ചത്. എടാ അത് വഴുതി പോകാതിരിക്കാൻ വേണ്ടിയല്ലേ? എടാ എനിക്കിത് മേടിച്ചേ പറ്റുള്ളൂ. ഇനി ഇതിനേക്കാൾ നല്ലൊരു അവസരം നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ഇതൊരു മാറി പരിപാടിയായി പോയി. ഞാൻ അവരോട് കാര്യം പറയാൻ പോവാ, ഇത് നടക്കാൻ പോകുന്നില്ലെന്ന്. എടാ നീ കടുകയൊന്നും കാണിക്കല്ലേ? ആശാൻ എന്നോട് അന്നേ പറഞ്ഞു തന്നെ ഇപ്പൊ കൂടെ പണി കിട്ടുന്നു. എടാ ഈ ആശാൻ പറയണ മൊത്തത്തിൽ വിശ്വസിക്കണം. ഫണ്ട്സ് നമുക്ക് റെഡിയാക്കാം. ഫണ്ട് തന്റെ നമുക്ക് റെഡിയാക്കാം. എടാ നീ പറയണമെന്ന് കേക്ക്. ജയകൃഷ്ണ, എടാ ജയകൃഷ്ണ ഒന്ന് പോടോ. എടാ നിക്കടാ. ആ ജയകൃഷ്ണ, എന്നടാ ഇവിടെ? ഒന്നുമില്ല, ഇച്ചായനൊന്ന് കാണാവുന്ന. ആ നിങ്ങളാണല്ലേ ആ അമ്പാറയിലെ സ്ഥലം മേടിച്ചത്? ഞാനത് ഓർത്തില്ല. ഏയ് മേടിച്ചിട്ടൊന്നുമില്ലാന്നേ, നോക്കിയെന്നേ ഉള്ളൂ. ഓ എന്നോടൊന്ന് വിളിക്കേണ്ടാവേ. അച്ചായനല്ല എന്നോട് പറഞ്ഞായിരുന്നു മോളുടെ കല്യാണം എത്രയും പെട്ടെന്ന് ഉറപ്പിച്ചതേ, അതുകൊണ്ടല്ലേ. ആ ചെല്ല്. പുറത്ത് കറങ്ങാനൊന്നും പോകാറില്ലേ? അങ്ങനെയൊന്നുമില്ല. ഇത്തവണത്തെ ഓരോയിൽ കല്യാണം നിശ്ചയിക്കണമെന്ന തീരുമാനമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അവൻ റിട്ടേൺ ടിക്കറ്റ് എടുത്താ വന്നത്. കൊച്ചിന് വീടിന് പോണെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. അത് സാരമാക്കണ്ട, 2-3 മാസത്തിനകം കൊച്ചിനെ അവനെ കൊണ്ടുപോകും. ആ ജയകൃഷ്ണ വാ ഇരിക്കേ. ഇത് ജയകൃഷ്ണൻ. ഇവിടെ അടുത്ത് എരഞ്ഞിപ്പറയിൽ ഒരു വർക്ക്ഷോപ്പ് നടത്തുക. അമ്പാറയിലെ നമുക്ക് കുറച്ച് സ്ഥലമുള്ളത് വാങ്ങിയത് ജയകൃഷ്ണനും അയാളുടെ കൂട്ടുകാരനും കൂടാ. ഓ നിഷയുടെ ചെക്കൻ്റെ അപ്പനും അമ്മയാ. ശരി, എന്നാ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, നമുക്ക് ഇറങ്ങാം. മോളെ ഞങ്ങൾ ഇറങ്ങുന്നേ. എന്നാ ശരി മോളെ.
എന്നാ ഡ്രസ്സ് മാറല്ലേ അമ്മച്ചി? ചെല്ല്. ആ എന്തായി ജയേഷ്ണ? ഞാൻ ഓ ഇച്ചായൻ എന്തെങ്കിലും ഒരു എനക്കേട് തോന്നി തുടങ്ങിയ പിന്നെ ടെൻഷനാ. പിന്നെ ഇച്ചായൻ എപ്പോഴും നിങ്ങളെ വിളിക്കുന്ന പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ ഈ ആശുപത്രി വെച്ചും ഞാൻ ഫിലിപ്പിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ജയേഷ്ണന്റെ നമ്പർ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നേ. എന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ സതീഷിനെ വിളിച്ചിട്ടാ ജയേഷ്ണന്റെ നമ്പർ വാങ്ങിച്ചത്. ശരിക്കും പറഞ്ഞാ എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ടെൻഷനൊന്നുമില്ല. പക്ഷെ ഇച്ചായൻ ഇങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ ഉള്ളില് വല്ലാത്തൊരു ആദ്യ. അതുകൊണ്ട് ഒരു ദിവസം മുമ്പേ കാര്യങ്ങൾ അങ്ങ് നടക്കുകയാണെങ്കിൽ നമുക്കൊരു സമാധാനമായ തന്നെ. അല്ല, ഞാൻ വർക്കിയെ കാണാൻ പോയിട്ട് കണ്ടില്ല. പിന്നെ ഈ വഴി പോയപ്പോൾ ഒന്ന് പറയാന്ന് വെച്ചു. എന്തായാലും ഞാൻ പുള്ളിയെ കണ്ടിട്ട് ഇത് എന്നത്തേക്ക് എഴുതാൻ കഴിയുമെന്ന് വിളിച്ചറിയിക്കാം. സമാധാനം. എന്നാ പിന്നെ ആ ജയേഷ്ണ, ആ ഫിലിപ്പിനെ വിളിച്ചാൽ ഒരിക്കലും ഫോൺ എടുക്കത്തില്ലെന്നേ. അപ്പൊ ഇനി ഞാൻ ജയേഷ്ണയെ വിളിക്കത്തുള്ളേ. ഇച്ചാനിങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ ഉള്ളിൽ വല്ലാത്തൊരു ആദ്യം. ആ ഫിലിപ്പിനെ വിളിച്ചാൽ ഒരിക്കലും ഫോൺ എടുക്കത്തില്ലെന്ന്. അപ്പൊ ഇനി ഞാൻ ജയേഷിനെ വിളിച്ചിട്ടുള്ളേ. ആ വാലും തലയില്ലാത്തവന്റെ കൂടെ കൂടിയപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ആവുമെന്ന്. ഒരു അന്തവും കുന്തവും ഇല്ലാത്തവനാ. ഇനിയിപ്പോ ആലോചിച്ച് നിന്നിട്ട് ഒരു കാര്യവുമില്ല. എത്രയും പെട്ടെന്ന് അവനെ കണ്ട് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാൻ പറ. എടാ നീയൊക്കെ ഒരുമാതിരി മറ്റേ പണി കാണിക്കരുത്. നിന്റെയൊക്കെ വാക്ക് വിശ്വസിച്ചാ ഞാനിതിൽ ഇറങ്ങി തിരിച്ചേ. അവർക്കാണേലേ ആൾബലവും ഇല്ല, ആരോഗ്യവും ഇല്ല. ഒരു പെങ്കൊച്ചിന്റെ ജീവിതം വെച്ചാ നീയൊക്കെ ഈ കളി കളിക്കുന്നത്. ഓർത്തോണം. ഇയാൾ ഒരുത്തരം എല്ലാത്തിനും കാരണം. കാര്യമൊന്നും പറയത്തുമില്ല, എല്ലാം കയറി അങ്ങ് ഏക്കും ചെയ്യും. ഇനിയിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? നമ്മൾ ₹1 ടോക്കൺ കൊടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ വീട് വിറ്റ് കഴിയുമ്പോഴത്തേക്കും ബാങ്കിൻ്റെ കൂടെ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ₹1 കൂടെ കിട്ടും. അപ്പോൾ അത് പൈസ ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ പണിക്കിറങ്ങി? നിങ്ങൾ ഇയാളോട് ചോദിക്കും. എൻ്റെ 10 സെന്റിന്റെ പൈസ കിട്ടാൻ ഫെബ്രുവരി മാസം ആവുമെന്ന് ഞാൻ ഇയാളോട് പറഞ്ഞതാ. അന്നേരം ഇയാൾ പറഞ്ഞു ഇതൊക്കെ എഴുതിയെടുക്കാൻ ഒരു 6 മാസം സമയം കിട്ടുമെന്ന്. അതൊക്കെ വിശ്വസിച്ചിട്ട് ഞാൻ ഈ പണിക്കിറങ്ങി. ജയേഷ്ണ, ആ സ്ഥലത്ത് നിന്ന് 20 സെന്റ് മാറ്റിയിട്ട് ബാക്കിയുള്ളത് കൊടുത്താൽ പ്രശ്നം സോൾവ് ആവില്ലേ? ഈ 15 ദിവസങ്ങളിൽ സ്ഥലം നേരെയാക്കി എടുത്തിട്ട് എപ്പോഴാ? അല്ല, ഇതൊക്കെ നടക്കുവാണെങ്കിൽ നോക്കാം. എന്നാലും ഒരു പ്രശ്നമുണ്ട്. ആരെങ്കിലും ഒറ്റയടിക്ക് വന്നിട്ട് മുഴുവൻ കാശ് നിന്നിട്ട് പോവുമോ? നിങ്ങൾ കൊടുത്ത പോലെ ഒരു ടോക്കൺ നിങ്ങൾക്കും തന്നിട്ട് പോകും. ജയേഷ്ണ, നീ വിഷമിക്കണ്ട, നമുക്ക് വഴിയുണ്ടാക്കാം. ജേഷ്ണ, ഞാൻ ആരെങ്കിലും കിട്ടുമെന്ന് നോക്കാം. നീ ടെൻഷൻ അടിക്കണ്ട. ശരി, ആ വഴിയൊന്ന് നോക്കാം. നടക്കും.